ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാൻഡല സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ്, ബേസ്, സോൾട്ട് എന്ന ടോപ്പിക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ എന്ന ടോപ്പിക് വീഡിയോ ഇതിന് തൊട്ട് മുന്നത്തെ സെഷനിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് കടക്കാം. കുറച്ച് സബ്സ്റ്റൻസും അതിലടങ്ങിയിട്ടുള്ള ആസിഡുകളും നോക്കാം. വിനേഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. ലെമൺ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. ടമാറിൻഡ്, ഗ്രേപ്സ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡാണ്. ഓൾ സിട്രസ് ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡാണ് അഥവാ വൈറ്റമിൻ സി. അടുത്തത് മിൽക്ക്, യോഗേർട്ട് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. ആപ്പിള്, പേഴ്സ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ്. പിന്നെ ആൻഡ് സ്റ്റിങ്സിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഫോമിക് ആസിഡാണ്. അടുത്തത് pH സ്കെയിലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. pH അഥവാ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pHൻ്റെ ഫുൾ ഫോം. അപ്പം പല സബ്സ്റ്റൻസിനും വ്യത്യസ്ത തരത്തിലുള്ള pH വാല്യൂ ആണ് ഉണ്ടാകുന്നത്. ഒരു pH സ്കെയിലിൽ 7 ആണ് ന്യൂട്രൽ. 7ൻ്റെ മുകളിൽ 8, 9, 10 എന്നിവയൊക്കെ ബേസ് സ്വഭാവം കാണിക്കുന്നവയും 7ന് താഴെ 6, 5, 4 എന്നിവയൊക്കെ അസിഡിക് സ്വഭാവം കാണിക്കുന്ന സബ്സ്റ്റൻസും ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്റ്റൻസിൻ്റെ അതായത് കോമൺ ആയിട്ട് നമുക്ക് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള സബ്സ്റ്റൻസിൻ്റെ pH വാല്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH വാല്യൂ 1 ആണ്. ദെൻ അടുത്തത് സൾഫ്യൂരിക് ആസിഡിൻ്റെ pH വാല്യൂ 1.2. ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ pH വാല്യൂ 2.0. റെയിൻ വാട്ടറിൻ്റെ pH വാല്യൂ 6.2. ലെമൺ വാട്ടറിൻ്റെ pH വാല്യൂ 2.3. മിൽക്കിൻ്റെ pH വാല്യൂ 6.5. ദെൻ വിനേഗർ, അസറ്റിക് ആസിഡിൻ്റെത് 2.8. പ്യുർ വാട്ടർ 7.0. സോഫ്റ്റ് ഡ്രിങ്ക് 3.0. ആപ്പിളിൻ്റെത് 3.1. സീ വാട്ടറിൻ്റെത് 8.5. അടുത്തത് യൂറിൻ, ഹ്യൂമൻ്റെതാണ്. 4.8 മുതൽ 8.4 വരെയാണ് റേഞ്ച്. അടുത്തത് സലൈവ, ഹ്യൂമൺ ആണ്. 6.5 to 7.5. അടുത്തത് റെയിൻ വാട്ടർ 6.0. അടുത്തത് ടിയേഴ്സ് 7.4. സീ വാട്ടർ 8.5. മിൽക്ക് ഓഫ് മഗ്നീഷ്യ 10.5. ഹ്യൂമൻ ബ്ലഡ് 7.30 to 7.42. നമ്മൾ തൊട്ട് മുന്നത്തേതും ആക്യുറേറ്റ് വാല്യൂ അല്ല, അതിൻ്റെതായ ചെറിയ റേഞ്ച് ഉണ്ട്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടോപ്പിക്കായിട്ട് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി വരാൻ പോകുന്ന കാര്യങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആസിഡ് ചേഞ്ച് ദ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് ടു. ആസിഡ് നീല ലിറ്റ്മസിനെ ഏത് കളറിലോട്ടാണ് മാറ്റുന്നത്? നിങ്ങൾക്കറിയാവുന്ന കോമൺ ക്വസ്റ്റ്യൻ ആണ്. റെഡിലോട്ടാണ് മാറ്റുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിനേഗർ കണ്ടെയ്ൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ്. അപ്പം വിനേഗർ, സുർക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ ഓക്സാലിക് ആസിഡ്, ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ സി സിട്രിക് ആസിഡ്, ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. ഇതിന് ഉത്തരം ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആസിഡ്. താഴെ തന്നിരിക്കുന്നത് ഏതാണൊരു ആസിഡ്? ഓപ്ഷൻ എ ലൈം, ഓപ്ഷൻ ബി ക്യുക്ക് ലൈം, ഓപ്ഷൻ സി HCl, ഓപ്ഷൻ ഡി NaOH. നമുക്കറിയാം HCl ആണ് ഇതിൽ ഒരു ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ്. അസറ്റിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഫോമിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. അസറ്റിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എത്തനോയിക് ആസിഡാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ടു ലിബറേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ്. ആസിഡ് ഒരു മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്ന വാതകം. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ഡി ഓക്സിജൻ. അപ്പം എല്ലാ ആസിഡിലും അടങ്ങിയിരിക്കുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ. സോ
മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പുറത്തോട്ട് വിടുന്ന വാതകം ഹൈഡ്രജൻ ആയിരിക്കും. അടുത്ത ചോദ്യം, ഇൻ അവർ സ്റ്റൊമക്ക് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഈസ് പ്രസൻറ്റ്? സ്റ്റൊമക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി മെത്തനോയിക് ആസിഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ നമുക്കറിയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്റ്റൊമക്കിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ആൻഡ് സ്റ്റിങ്സ് കണ്ടെയ്ൻ വിച്ച് ആസിഡ്? അതായത് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ എ ഫോമിക് ആസിഡ്, ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ സി ഓക്സാലിക് ആസിഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിനുത്തരം ഓപ്ഷൻ എ ഫോമിക് ആസിഡാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഡു നോട്ട് കണ്ടെയ്ൻ ഓക്സിജൻ? ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ആസിഡിൽ ഓക്സിജൻ ഉൾപ്പെടാത്ത ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമുക്കറിയാം നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HNO3 ആണ്. HNO3. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. സോ HCl ആണ് ഓക്സിജൻ അടങ്ങാത്തത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി HCl ആണ്. അടുത്ത ചോദ്യം, ദ ആസിഡ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ഈസ്? ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ എ അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. ഇതിനുത്തരം ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അടുത്ത ചോദ്യം, ബേസ് ടേൺ റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ഇൻ ടു? ഓപ്ഷൻ എ ഗ്രീൻ, ഓപ്ഷൻ ബി ബ്ലൂ, ഓപ്ഷൻ സി കളർലെസ്, ഓപ്ഷൻ ഡി യെല്ലോ. ഇതിനുത്തരം ഓപ്ഷൻ ബി ബ്ലൂ ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബേസ്? താഴെ തന്നിരിക്കുന്നത് ഏതാണ് ബേസിന് എക്സാമ്പിൾ? സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. സോ ഇതിനുത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ആണ്. ഈ മൂന്നും ബേസ് തന്നെയാണ്. അടുത്ത ചോദ്യം, ആസിഡ് റിയാക്ട് വിത്ത് ബേസ് ടു പ്രൊഡ്യൂസ്? ഓപ്ഷൻ എ സാൾട്ട്, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ബേസ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിനുത്തരം ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ്. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് സാൾട്ടും വാട്ടറും ആയിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ കോമ്പോണൻറ്റ് ഓഫ് സോപ്പ്? സോപ്പിൽ അടങ്ങിയിട്ടുള്ള മേജർ കോമ്പോണൻറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, സോഡിയം കാർബണേറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിനുത്തരം ഓപ്ഷൻ എ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, ദ കെമിക്കൽ നെയിം ഓഫ് ലൈം സ്റ്റോൺ? ഓപ്ഷൻ എ കാൽഷ്യം ക്ലോറൈഡ്, ഓപ്ഷൻ ബി കാൽഷ്യം ഓക്സൈഡ്, ഓപ്ഷൻ സി കാൽഷ്യം കാർബണേറ്റ്, ഓപ്ഷൻ ഡി കാൽഷ്യം സൾഫേറ്റ്. ലൈം സ്റ്റോണിൻ്റെ കെമിക്കൽ നെയിം ആൻസർ ഓപ്ഷൻ സി കാൽഷ്യം കാർബണേറ്റ് ആണ്. അടുത്ത ചോദ്യം, ബേസിസിറ്റി റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് റീപ്ലേസബിൾ? ഓപ്ഷൻ എ H+ അയോൺ, ഓപ്ഷൻ ബി OH- അയോൺ, ഓപ്ഷൻ സി H- അയോൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അതായത് ബേസിസിറ്റിയെ റെപ്രസെൻ്റ്, അതായത് ബേസിസിറ്റി കൂടുന്നത് എന്തുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ H+ അയോൺ ആണ്. സോ ബേസിസിറ്റി റെപ്രസെൻ്റ് ദ നമ്പർ ഓഫ് H+ അയോൺസ്. അടുത്ത ചോദ്യം, അൻറ്റാസിഡ്സ് ആർ? അൻറ്റാസിഡ് ബേസ് ആണോ, ആസിഡാണോ, സാൾട്ടാണോ, ബഫറാണോ? ഇതിനുത്തരം ഓപ്ഷൻ എ ബേസ് ആണ്. ലിറ്റ്മസ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം? അപ്പോൾ ലിറ്റ്മസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഓപ്ഷൻ എ ലൈക്കൻ, ഓപ്ഷൻ ബി ടമറൈൻഡ്, ഓപ്ഷൻ സി നീം, ഓപ്ഷൻ ഡി മാംഗോ ട്രീ. ഇതിനുത്തരം ഓപ്ഷൻ എ ലൈക്കൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ? താഴെ തന്നിരിക്കുന്ന ഏതാണ് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ? ഓപ്ഷൻ എ മിഥിൽ ഓറഞ്ച്, ഓപ്ഷൻ ബി ലിറ്റ്മസ്, ഓപ്ഷൻ സി മിഥൈൽ റെഡ്, ഓപ്ഷൻ ഡി ഫിനോഫ്താലിൻ.
ഉത്തരം ഓപ്ഷൻ ബി ലിറ്റ്മസ് ആണ്. അടുത്ത ചോദ്യം, ഇൻ ആസിഡ് മീഡിയം ഫിനോഫ്താലിൻ ബീക്കംസ് ഓപ്ഷൻ എ റെഡ്, ഓപ്ഷൻ ബി ബ്ലൂ, ഓപ്ഷൻ സി പർപ്പിൾ, ഓപ്ഷൻ ഡി കളർലെസ്. ഇതിനുത്തരം ഓപ്ഷൻ ഡി കളർലെസ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ ഓപ്ഷൻ എ വാനില എക്സ്ട്രാക്ട്, ഓപ്ഷൻ ബി ക്യാരറ്റ്, ഓപ്ഷൻ സി ഒനിയൻ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. അപ്പോൾ ഓൾഫാക്ടറി ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് വാനില എക്സ്ട്രാക്റ്റും ഒനിയനുമാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് pH വാല്യൂ 7? pH വാല്യൂ 7 ഉള്ളത് ഏതിനാണ്? ഓപ്ഷൻ എ പ്യുവർ വാട്ടർ, ഓപ്ഷൻ ബി റെയിൻ വാട്ടർ, ഓപ്ഷൻ സി ബേസിക് സൊല്യൂഷൻ, ഓപ്ഷൻ ഡി ലെമൺ. നമുക്കറിയാം pH വാല്യൂ 7 ആയിരിക്കുന്നത് ന്യൂട്രൽ കേസാണ്, അത് പ്യുവർ വാട്ടറാണ്. അടുത്ത ചോദ്യം, pH വാല്യൂ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഈസ്. ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ pH വാല്യൂ ഓപ്ഷൻ എ 1.0 to 3.0, ഓപ്ഷൻ ബി 6.0, ഓപ്ഷൻ സി 6.5 to 7.5, ഓപ്ഷൻ ഡി 7.4. ഇതിനുത്തരം ഓപ്ഷൻ എ 1.0 to 3.0. The pH of fresh milk is 6. When it turns sour, the pH becomes. പാലിൻ്റെ pH 6 ആണ്. അപ്പോൾ അത് തൈരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ pH എന്തായിരിക്കും? ഓപ്ഷൻ എ ബീക്കംസ് ലെസ് ദാൻ 6, ഓപ്ഷൻ ബി റിമൈൻസ് ദ സെയിം ദാറ്റ് ഈസ് 6, ഓപ്ഷൻ സി ബീക്കംസ് ഗ്രേറ്റർ ദാൻ 6, ഓപ്ഷൻ ഡി ബീക്കംസ് ന്യൂട്രൽ. ഇതിനുത്തരം ഓപ്ഷൻ എ ബീക്കംസ് ലെസ് ദാൻ 6. അടുത്ത ചോദ്യം, ദ pH വാല്യൂ ഓഫ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഈസ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യയുടെ pH വാല്യൂ ഓപ്ഷൻ എ 10.5, ഓപ്ഷൻ ബി 9.5, ഓപ്ഷൻ സി 8.4, ഓപ്ഷൻ ഡി 10.9. ഇതിന് ആൻസർ ഓപ്ഷൻ എ 10.5 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മാക്സിമം പ്രസൻറ്റ് ഇൻ ആസിഡ് റെയിൻ. ആസിഡ് റെയിനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ HCl, ഓപ്ഷൻ ബി HNO3, ഓപ്ഷൻ സി H2SO4, ഓപ്ഷൻ ഡി H2CO3. അപ്പോൾ നമുക്കറിയാം സൾഫറാണ് നമ്മുടെ ആസിഡ് റെയിനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഘടകം, അതായത് H2SO4 സൾഫ്യൂരിക് ആസിഡാണ്. ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, കോമൺ സാൾട്ട് ഈസ് കെമിക്കലി. കോമൺ സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്. സോ കോമൺ സാൾട്ട് എന്നറിയപ്പെടുന്നത് നമ്മുടെ സാധാ കറിയുപ്പ് അഥവാ സോഡിയം ക്ലോറൈഡാണ്. അടുത്ത ചോദ്യം, ടേബിൾ സാൾട്ട് ഈസ്. ടേബിൾ സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? അതും സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം, ബ്ലീച്ചിങ് പൗഡർ ഈസ് മാനുഫാക്ചർഡ് ത്രൂ എ റിയാക്ഷൻ ബിറ്റ്വീൻ. അതായത് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത് ഓപ്ഷൻ എ സ്ലേക്കഡ് ലൈം ആൻഡ് ക്ലോറിൻ, ഓപ്ഷൻ ബി ക്യുക്ക് ലൈം ആൻഡ് ക്ലോറിൻ, ഓപ്ഷൻ സി വാഷിംഗ് സോഡ ആൻഡ് അമോണിയ, ഓപ്ഷൻ ഡി ബേക്കിംഗ് സോഡ ആൻഡ് അയോഡിൻ. ഇതിനുത്തരം ഓപ്ഷൻ എ സ്ലേക്കഡ് ലൈം ആൻഡ് ക്ലോറിൻ ആണ്. സ്ലേക്കഡ് ലൈമിലൂടെ ക്ലോറിൻ വാതകം കടത്തി വിട്ടിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം, ബ്ലീച്ചിങ് പൗഡർ ഈസ് യൂസ്ഡ് ആസ്. ഓപ്ഷൻ എ ആൻറ്റിസെപ്റ്റിക്, ഓപ്ഷൻ ബി ഡിസിൻഫെക്റ്റൻറ്റ്, ഓപ്ഷൻ സി ആൻറ്റിബയോട്ടിക്, ഓപ്ഷൻ ഡി ആൻറ്റിപൈററ്റിക്. സോ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ കെമിക്കൽ നെയിം ഓഫ് ബേക്കിംഗ് സോഡ. ഓക്കെ, ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം. ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ഓപ്ഷൻ സി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി കാൽഷ്യം ക്ലോറൈഡ്. ഇതിനുത്തരം ഓപ്ഷൻ ബി സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത് സോഡിയം ബൈകാർബണേറ്റ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്വിഷർ.
ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ. ഓപ്ഷൻ എ വാഷിംഗ് സോഡ, ഓപ്ഷൻ ബി ബേക്കിംഗ് സോഡ, ഓപ്ഷൻ സി പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബേക്കിംഗ് സോഡയാണ്. അടുത്ത ചോദ്യം, പെർമനൻ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ യൂസിങ്. വാട്ടറിൻ്റെ പെർമനൻ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ വാഷിംഗ് സോഡ, ഓപ്ഷൻ ബി ബേക്കിംഗ് സോഡ, ഓപ്ഷൻ സി കാസ്റ്റിക് സോഡ, ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ. ഇതിനുത്തരം ഓപ്ഷൻ എ വാഷിംഗ് സോഡയാണ്. അടുത്ത ചോദ്യം, കെമിക്കൽ ഫോർമുല ഓഫ് വാഷിംഗ് സോഡ ഈസ്. വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല CaSO4 2H2O, ഓപ്ഷൻ ബി CaSO4 half H2O, ഓപ്ഷൻ സി Na2CO3 10H2O, ഓപ്ഷൻ ഡി NaHCO3. ഇതിനുത്തരം ഓപ്ഷൻ സി Na2CO3 10H2O ആണ് വാഷിംഗ് സോഡ. അടുത്ത ചോദ്യം, ഡിറ്റർജൻറ്റ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ക്ലോത്ത്സ് ആർ. ഓപ്ഷൻ എ കാർബണേറ്റ്, ഓപ്ഷൻ ബി ബൈകാർബണേറ്റ്, ഓപ്ഷൻ സി സൾഫോണേറ്റ്, ഓപ്ഷൻ ഡി സൾഫേറ്റ്. ഉത്തരം ഓപ്ഷൻ സി സൾഫോണേറ്റ് ആണ്. ദ കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ ഫോർമുല. ഓപ്ഷൻ എ CaSO4 5H2O, ഓപ്ഷൻ ബി 2CaSO4 H2O, ഓപ്ഷൻ സി CaSO4 twice 2H2O, ഓപ്ഷൻ ഡി CaSO4 MgO. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 2CaSO4 H2O ആണ്. നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചത് CaSO4 half H2O എന്നാണ്. അപ്പം അതിന് ഈക്വൽ തന്നെയാണ് 2CaSO4 H2O. അടുത്ത ചോദ്യം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ത് ഹീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ വാഷിംഗ് സോഡ, ഓപ്ഷൻ ബി ജിപ്സം, ഓപ്ഷൻ സി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിനുത്തരം ഓപ്ഷൻ ബി ജിപ്സം ആണ്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ബ്രോക്കൺ ബോൺസ് കെമിക്കലി ഇറ്റ് ഈസ്. ഇപ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് നമ്മുടെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ അനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തുണിയുടെ മുകളിൽ ചുറ്റുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അപ്പോൾ അത് കെമിക്കലി എന്താണ്? ഓപ്ഷൻ എ സ്ലൈക്കഡ് ലൈം, ഓപ്ഷൻ ബി കാൽഷ്യം കാർബണേറ്റ്, ഓപ്ഷൻ സി കാൽഷ്യം ഓക്സൈഡ്, ഓപ്ഷൻ ഡി ജിപ്സം. ഇതിനുത്തരം ഓപ്ഷൻ ഡി ജിപ്സം ആണ്.